ശിവഗിരി HS റേഡിയോ സാസദസനിധ പനിധ മഗ മഗരിസ സാസദസനിധ പനിധ മഗ മഗരിസ ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് യുവിക, നിമിഷ ബിജു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ: ഹയർ സെക്കൻഡറി സ്ഥലം മാറ്റം, 8000 അധ്യാപകർക്ക് ശമ്പളമില്ല. പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം മെക്സിക്കോയിൽ. തിരഞ്ഞെടുപ്പിന്റെ മറവിൽ ഓഹരി വിപണിയിൽ തട്ടിപ്പ്. കേരളത്തെ ബാലസൗഹൃദ സംസ്ഥാനമാക്കി മാറ്റും. നീറ്റ് UG 67 ഒന്നാം റാങ്ക് വിവാദത്തിൽ. ഉഷ്ണതരംഗം, മരണം 200 കവിഞ്ഞു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ഹയർ സെക്കൻഡറി സ്ഥലം മാറ്റം, 8000 അധ്യാപകർക്ക് ശമ്പളമില്ല. സ്ഥലം മാറ്റത്തിലെ അനിശ്ചിതത്വം തുടരുന്നതിനാൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ഭൂരിപക്ഷം അധ്യാപകർക്കും ശമ്പളം മുടങ്ങി. 13,500 അധ്യാപകരിൽ 8,057 പേരാണ് സ്ഥലം മാറ്റ പട്ടികയിലുള്ളവർ. ഹൈക്കോടതി വിധി കാത്തിരിക്കുന്നതിനാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവനുസരിച്ച് സർക്കാർ ഇതുവരെ പട്ടിക പുതുക്കിയിട്ടില്ല. ഇതോടെ സ്ഥലം മാറ്റ പട്ടികയിലുള്ള 8,000-ലേറെ അധ്യാപകർക്ക് ഈ മാസം ഇതുവരെ ശമ്പളം നൽകിയിട്ടില്ല. സ്ഥലം മാറ്റം ലഭിച്ചവർക്ക് പുറമെ ഒരു സ്കൂളിലും ചേരാനാവാത്ത 389 അധ്യാപകരുണ്ട്. ഇവരടക്കമുള്ളവർക്ക് ശമ്പളം മുടങ്ങി. ഔദ്യോഗികമായി ഹാജരില്ലാത്തതിനാൽ സർവീസ് ബ്രേക്കിന്റെ ഭീഷണിയുമുണ്ട്. ഇതിനിടെ ഹൈക്കോടതിയിലുള്ള ഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. വിഷയത്തിൽ ചൊവ്വാഴ്ച സമരത്തിനിറങ്ങാൻ പ്രതിപക്ഷ സംഘടനയായ HSSDA തീരുമാനിച്ചു. പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം മെക്സിക്കോയിൽ. പക്ഷിപ്പനിയുടെ അപൂർവ വകഭേദമായ H5N2 ബാധിച്ച് മെക്സിക്കോയിൽ 59കാരൻ മരിച്ചെന്ന് ലോകാരോഗ്യ സംഘടന WHO അറിയിച്ചു. മനുഷ്യരിൽ H5N2 വൈറസ് ബാധിക്കുന്നത് ആദ്യമാണ്. വൈറസിന്റെ ഉറവിടം അജ്ഞാതമാണെന്ന് WHO അറിയിച്ചു. പനി, ശ്വാസതടസ്സം, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ കലാശലായതോടെ ഏപ്രിൽ 24-നാണ് രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിരഞ്ഞെടുപ്പിന്റെ മറവിൽ ഓഹരി വിപണിയിൽ തട്ടിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന്റെ മറവിൽ ഓഹരി വിപണിയിൽ തട്ടിപ്പ് നടത്തിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ജൂൺ 4-ന് സ്റ്റോക്ക് മാർക്കറ്റ് റെക്കോർഡ് ഇടുമെന്ന് മോദിയും അമിത്ഷായും പറഞ്ഞു. സ്റ്റോക്കുകൾ വാങ്ങിക്കാനും ആവശ്യപ്പെട്ടു. എന്നാൽ ജൂൺ 1-ന് വ്യാജ എക്സിറ്റ് പോള് വരികയും ജൂൺ 4-ന് കോടികളുടെ നഷ്ടവും ഉണ്ടായെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ് നടന്നതെന്നും JPC അന്വേഷണം വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഹുലിന്റെ ആരോപണം. SEBI അന്വേഷണം നടക്കുന്ന കമ്പനിയുടെ ചാനലിൽ നിന്നാണ് മോദിയും അമിത്ഷായും ഈ പരാമർശങ്ങൾ നടത്തിയത്. കേരളത്തെ ബാലസൗഹൃദ സംസ്ഥാനമാക്കി മാറ്റും. കേരളത്തെ ബാലസൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്. വീട്, സ്കൂൾ, കടകൾ, ഷോപ്പിംഗ് മാളുകൾ തുടങ്ങി പൊതുസ്ഥലങ്ങളിലെല്ലായിടത്തും കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. ഇതിലൂടെ കുഞ്ഞുങ്ങളുടെ അവകാശം സംരക്ഷിക്കാനാണ് വനിതാ ശിശു വികസന വകുപ്പ് പരിശ്രമിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. അങ്കണവാടി പ്രവേശനോത്സവം സംസ്ഥാനതല ഉദ്ഘാടനവും അങ്കണവാടി പൂമഴ പുസ്തകങ്ങളുടെ പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ ഉപയോഗിക്കുന്ന കൈപ്പുസ്തകങ്ങൾ വ്യത്യസ്ത പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാവുന്ന വിധത്തിൽ ശാസ്ത്രീയമായ മാറ്റങ്ങൾ വരുത്തിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പുസ്തകത്തിലെ ടീച്ചർ പേജ് QR കോഡ് ഉപയോഗിച്ച് ഡിജിറ്റലാക്കി പരിഷ്കരിച്ചാണ് പ്രസിദ്ധീകരിച്ചത്. നീറ്റ് UG 67 ഒന്നാം റാങ്ക് വിവാദത്തിൽ. 44 പേർ ഒന്നാമതെത്തിയത് ചോദ്യപേപ്പറിലെ തെറ്റിന് നൽകിയ ഗ്രേസ് മാർക്ക് വഴി. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് UGയിൽ 67 പേർ ഒന്നാം റാങ്കുകാരായത് വിവാദത്തിൽ. സാധാരണ 1-2 പേർ മാത്രമാണ് മുഴുവൻ മാർക്കും നേടി ഒന്നാമതെത്താറുള്ളത്. സംശയം ദൂരീകരിക്കാൻ പുനർമൂല്യനിർണ്ണയം ആവശ്യപ്പെട്ട് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും ദേശീയ പരീക്ഷാ ഏജൻസിക്കും NDA പരാതി നൽകി. ഫലത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാരോപിച്ച് കോൺഗ്രസും രംഗത്തെത്തി. എന്നാൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിലെ വർധന, പരീക്ഷ എളുപ്പമായത് തുടങ്ങിയവയാണ് കൂടുതൽ പേർക്ക് മുഴുവൻ മാർക്ക് ലഭിക്കാൻ കാരണമായതെന്നാണ് NDAയുടെ വിശദീകരണം.
പുറമെ ചോദ്യപേപ്പറിലെ പിഴവിനെ തുടർന്ന് ലഭിച്ച ഗ്രേസ് മാർക്ക് 44 പേരെ 720 മാർക്കിലെത്തിച്ചു. ഒന്നാം റാങ്ക് നേടിയ 67 പേർക്കും എയിംസിൽ പ്രവേശനം ലഭിക്കില്ലെന്നും മെറിറ്റ് കണക്കാക്കി ടൈബ്രേക്കറിന്റെ അടിസ്ഥാനത്തിലാകും പ്രവേശനമെന്നും ഏജൻസി അറിയിച്ചു. ഉഷ്ണതരംഗം, മരണം 200 കവിഞ്ഞു. രാജ്യത്ത് ഉഷ്ണതരംഗത്തെ തുടർന്നുള്ള മരണം 200 കടന്നു. ഒഡീഷയിൽ മാത്രം 141 പേർ മരിച്ചു. സ്പെഷ്യൽ റിലീഫ് കമ്മീഷണറുടെ ഓഫീസിന്റെ കണക്കുപ്രകാരം കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് 99 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഉത്തർപ്രദേശ്, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിലായി 30-ലധികം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും സൂര്യാഘാതമേറ്റ് മരിച്ചതായാണ് കണക്കുകൾ. ബീഹാറിൽ 10 തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 29 പേരാണ് മരിച്ചത്. മേയിൽ ഡൽഹി, രാജസ്ഥാൻ, പശ്ചിമ UP, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ താപനില തുടർച്ചയായി 50 ഡിഗ്രിക്ക് തൊട്ടടുത്തെത്തിയിരുന്നു. ഉത്തർപ്രദേശിലെ മിൻസാപൂരിലും സോൻഭദ്രയിലുമാണ് 15 തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും സഹജീവനക്കാരും മരിച്ചത്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ഹയർ സെക്കൻഡറി സ്ഥലം മാറ്റം, 8000 അധ്യാപകർക്ക് ശമ്പളമില്ല. പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം മെക്സിക്കോയിൽ. തിരഞ്ഞെടുപ്പിന്റെ മറവിൽ ഓഹരി വിപണിയിൽ തട്ടിപ്പ്. കേരളത്തെ ബാലസൗഹൃദ സംസ്ഥാനമാക്കി മാറ്റും. നീറ്റ് UG 67 ഒന്നാം റാങ്ക് വിവാദത്തിൽ. ഉഷ്ണതരംഗം, മരണം 200 കവിഞ്ഞു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു. सा सा द स नि द प नि द म ग म ग रे सा. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. सा सा द स नि द प नि द म ग म ग रे सा. കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം: 2024 IPL വിജയി. ഉത്തരം കൊൽക്കത്ത. ഈ ആഴ്ചയിലെ ചോദ്യം: സംസ്ഥാനത്തെ ആരോഗ്യ, വനിതാ, ശിശുവികസന മന്ത്രി. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. सा सा द स नि द प नि द म ग म ग रे सा. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. ശിവഗിരി HSS റേഡിയോ കവിതാ പങ്കിൽ ഇന്ന് മഴക്കാഴ്ച എന്ന കവിത കേൾക്കാം. അവതരണം ദിയാദീപൻ. सा सा द स नि द प नि द म ग म ग रे सा. മഴ കണ്ടിരുന്നു ഞാനും മരക്കോലായിൽ, മനസ്സിൻ്റെ താളുകൾ ഒന്നിളക്കി, മണ്ണിൻ്റെ ഗന്ധവും മഴയുടെ ശബ്ദവും മാനത്തു നിന്നുള്ള മൃദുത്വമായി താലം പിടിക്കുവാനെത്തുന്ന മിന്നലും കാറ്റിൻ്റെ ഹുങ്കാര ശബ്ദത്തിനൊപ്പമായി കാർമേഘപാളികൾ പൊട്ടിപ്പൊളിഞ്ഞുള്ള മേഘവിസ്ഫോടനം കേട്ടു നടുങ്ങിയ പുൽച്ചാടിക്കൂട്ടങ്ങൾ പാറിപ്പറക്കുന്നു. ഇത്തിരി നേരം വെറുതെയിരുന്നു ഞാൻ, ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുമ്പോൾ ഇളകിയ മനസ്സിൻ്റെ താളുകളൊക്കെയും മഴയിൽ കുതിർന്നലിഞ്ഞില്ലാതെയാവുന്നു. കുടയുമായി വന്നെത്തി കൂട്ടായി നിന്നവർ മഴയിൽ നനഞ്ഞൊരാ താളുകളൊക്കെയും ചിക്കിത്തുവർത്തി ഉണക്കിയെടുത്തപ്പോൾ നനയാത്ത മനസ്സുമായി ഇളകാത്ത മനസ്സുമായി വീണ്ടും മഴ കണ്ടു ഞാനിരുന്നു. ഉമ്മറക്കോലായിൽ ഞാനിരുന്നു, എൻ്റെ ഉമ്മറക്കോലായിൽ ഞാനിരുന്നു. सा सा द स नि द प नि द म ग म ग रे सा. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.